എടി എലിക്കുട്ടിയുടെ ജനനത്തിൽ ഉണ്ടോ? നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. കിട്ടുന്നില്ലല്ലോ. ആ അതെ എലിക്കുട്ടിയുടെ ബർത്ത്ഡേ. ഇതെല്ലാം കൂടെ എവിടുന്ന പെട്ടിക്കകത്ത് വലിച്ചെടുത്താ? ഇത് പെട്ടിക്കകത്ത് എടുത്താണോ? പെട്ടിക്കകത്ത് എടുത്താണോ? ഇത് എവിടുന്ന് എടുത്തേ? ഇത് എവിടുന്ന് എടുത്തേന്ന്? ഇതല്ലേ എവിടുന്ന് എടുത്തതെന്ന്? എടുത്തത് എവിടുന്ന്? പെട്ടിക്കകത്ത് നിന്നാണോന്നാ ചോദിച്ചേ. ഇത് ആ അതെന്നാ അത്? എന്നതാ അതൊക്കെ? ഒന്നും പറ്റിയില്ല. അത് എന്നതൊക്കെയാന്നാ ചോദിച്ചത്. എന്നതൊക്കെ കിടക്കണേ? ആ ആഹാ. അപ്പം നമ്മുടെ കാര്യം ആര് നോക്കും? പല്ല് തേക്കാനുണ്ട്. രാവിലെ കാപ്പി കുടിക്കണ പല്ല് തേക്കണ്ടേ? കൊടുക്കാൻ പോകണോ? ആ ചുണ്ടുകൂടിയിരിക്കുക. അതെടുത്ത് എപ്പോഴും നൂർത്ത് മുടക്കി വയ്ക്കുമ്പല്ലേ. അതാ ചുണ്ടുകൂടിയിരിക്കുന്നത്. ചട്ടയും മുഴുവൻ എടുത്തണ്ട. അത് നല്ല ചട്ടയാണല്ലോ. അത് നല്ല ചട്ടയാണല്ലോ. വേണ്ട പള്ളിയിലോ കുമ്പസാരിക്കാൻ പോവാണോ? ആ അച്ഛൻ ഇങ്ങോട്ട് വരും. അമ്മ പോകണ്ട. അമ്മയ്ക്ക് മേലാത്തതല്ലേ. അമ്മയ്ക്ക് മേലാത്തതല്ലേ. പോകണ്ട. അങ്ങോട്ട് ഇങ്ങോട്ട് വരും. വരൂന്നേ. ആ വരും 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 പറഞ്ഞിട്ടുണ്ട് വരുമെന്ന്. ആ ശനിയാഴ്ച വരും. ആ പ്രായം ചെന്നവരെ കുമ്പസാരിപ്പിക്കാൻ വരും. അങ്ങ് പോകാനായിട്ട് റെഡിയാവുകയാണോ? പള്ളി പോകാനായിട്ടാണോ റെഡിയാവുന്നേ? ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത് ഇന്ന് ചട്ടയും മുണ്ടും കൊടുത്തോ? എല്ലാരും ഒന്ന് കാണട്ടെ. എല്ലാം മരിച്ചു വരെ ഇട്ടിരിക്കുക. അത് നല്ല ചട്ടയായിരിക്കുന്നത്. ഇല്ലല്ലോ മുണ്ട. കളർ പോയില്ല. ആ അതങ്ങനെ അകത്തിരുന്ന് നരച്ച കളറായി പോയി. ആ അതുപോലെ ചുമ്മാ ഇരിക്കുമല്ലോ. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഉടുപ്പിക്കാൻ അറിയത്തില്ല. അമ്മേനെ കൊണ്ട് തന്നെ ഉടുക്കാനും പറ്റിയല്ല. പിന്നെ എന്നാത്തിനാ? എന്നാൾ ഉടുത്തല്ലേ? ആ ഇപ്പൊ അതിന്റെ ഇതൊക്കെ വിട്ടുപോയി. ഇപ്പൊ എന്തോ ഓർമ്മ വന്നപ്പോഴത്തേക്കും എടുത്തതാ. മടക്കി കെട്ടി വെക്കണണ്ടാ? അത് നല്ല മുണ്ടാ. അതെല്ലാം മടക്കി വെക്കണം. അത് നല്ല ചട്ടയാ. അത് രാവിലെ ഒരു കുഴപ്പമില്ലാത്ത ചട്ടയാ. ണ്ടോ ചട്ട? മുണ്ട് കൊടുക്കുന്നുണ്ടോ? ആ അതൊക്കെ ചട്ടയാ. അതും ചട്ടയാ. നല്ല പപ്പടം പോലെ ഇരിക്കുന്നത് എപ്പോഴും. ഇവിടെയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നല്ലേ? ചട്ടമുണ്ട് ഇടുന്നുണ്ടോ? ചട്ടമുണ്ട് ഇടുന്നുണ്ടോ? അത് കൊടുക്കണ മുണ്ടല്ലേ? അത് മുണ്ടാ. അത് കണ്ടില്ലേ? അതെ മുണ്ടാ. ഇത് കണ്ടില്ലേ? ആ ഉടുക്കണ മുണ്ടാ. ഇത്ര നീളയില്ലേ? കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇത് മുണ്ടല്ലേ? ഇത് മുണ്ടാ. മടക്കി വെക്കുവാണോ? എന്നാ ചെയ്യുന്നേ? അത് കളർ മാറിപ്പോയതായിരിക്കും. ആ കളർ മാറിപ്പോയതായിരിക്കും. ഇരുന്നിരുന്നേ 6-7 വർഷമായിട്ട് അനങ്ങാതിരിക്കുന്നതല്ലേ? ഇരുന്നിരുന്ന് കളർ മാറിപ്പോയതായിരിക്കും മുണ്ടിൻ്റെ. കവണിയുടെ കളർ പോലെ ആയിപ്പോയി മുണ്ടിൻ്റെ കളറ്.
അത് ഓർത്തല്ലേ? അതിനാ പ്രാർത്ഥനാ പുസ്തകമാണോ? അതിനാ പ്രാർത്ഥനാ പുസ്തകമാണോ? അതിൻ്റെ കുറിപ്പൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അതിൻ്റെ കുറിപ്പുകളൊക്കെ ഉണ്ടല്ലോ. കവണിയല്ല, അത് ഓർത്താ. കവണി നാട്ടെ ഇവിടെ കിടപ്പുണ്ട്. ഇതാ ഈ കിടക്കണ കവണി. മടക്കി വെക്കണോ അനെ ചെയ്യണേ? അത് മുണ്ടാ. അത് കവണിയാ. അതാ കവണി. മുണ്ട് കൊടുക്കണേ എങ്ങനെയാ? അമ്മക്കില്ല അറിയത്തുള്ളൂ മുണ്ട് കൊടുക്കണതാണ്. അടുക്കൊക്കെ ഇട്ട് കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് അറിയത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം എടുത്തു. ഇല്ല, അവിടെ കുഴച്ച പിടിച്ചിട്ടേക്കണോ? മടക്കി വെക്കണോണ്ടാ? കവണി നേട്ടം ഇവിടെ കിടപ്പുണ്ടല്ലോ. അത് കവണിയാ, വെള്ളക്കവണിയാ. നല്ല ചട്ടയൊക്കെയാണല്ലോ അത്. ഇതെല്ലാം എടുത്തിടുന്നത് എന്തിനാ? ഇതെല്ലാം എടുത്തിടുന്നത് എന്തിനാന്നാ ചോദിച്ചേ? ഇത് അന്വേഷിക്കണ്ടേ? ഇത് പിന്നെ അന്വേഷിക്കണ്ടേ? ഇതെന്നാ കാര്യത്തിനാന്ന് അറിയണ്ടേ? അവനവൻ്റെ കാര്യമല്ലേ? എവിടെയെങ്കിലും പോകണമെങ്കിൽ അന്നേരം അവിടെ പോകേണ്ട എങ്ങനെയാന്ന് പറഞ്ഞു. അതും ചട്ടയാ. വേണ്ടേ? ആണോ? കട്ടി കൂടുതലാണോ? അതിന് കട്ടി കൂടുതലാണോ? ഇത് പപ്പടം പോലെയാണല്ലോ ഇരിക്കുന്നത്. അത് വെള്ളക്കവണിയാ. പല്ല് തേച്ചില്ലേ? പല്ല് തേക്കാതാണോ എല്ലാം എടുത്തിട്ടത്? പല്ല് തേച്ച് കഴുകിയിട്ട് വേണ്ട പോയി. ഒരു ഉപകാരമില്ലാത്തൊക്കെ വന്ന് നമുക്ക് മക്കളോട് അടിച്ചടിച്ചടിച്ചടിച്ച് സമയം കളഞ്ഞ് ഒന്നും ചെയ്യായി. ഞങ്ങളെന്നെ അലക്കണേ. വികാസപ്പെട്ട കാര്യം അലക്കണമൊന്നുമില്ല. കീറിയിട്ടേക്കാണല്ലോ. അത് അത്രയ്ക്ക് കീറിയതെന്തോ? അത്രയ്ക്ക് കീറിയതാണത്. ആണോ? ആണോ? വെള്ള തന്നെ കിടക്കണം. അത് വെള്ള. മറ്റേതൊക്കെ കളർ മാറിയതാ. അത് നല്ല മുണ്ട. കൊടുക്കാൻ പാടാണോ? ഇതൊക്കെ കൊടുക്കാൻ പാടാണോ? ഞാനും പോണോ? ഞാനും പോണോ? അല്ല, ഒന്നും കാര്യം നടത്താൻ കൊള്ളില്ലാത്തോട് വന്ന് എന്താ പറഞ്ഞു എന്നാ ചെയ്യാനാ? ഇതിനോടാണോ പറഞ്ഞേ? ഇതിനോടാണോ പറഞ്ഞേ? കാര്യം നടത്താൻ കൊള്ളിയല്ലാത്തത് ഇതാണോ? അങ്ങനെ ഉള്ളതല്ലേ? വേഗം എടുത്ത് പോക്കേ. കാര്യം നടത്താൻ കൊള്ളിയല്ലാത്തൊക്കെ ഞാനവിടെ നിന്നോട്ടെ. നമുക്ക് പള്ളിയിൽ പോകണം. നമുക്ക് അപ്പൊ ഞാനുണ്ട്. നമുക്ക് പള്ളിയിൽ പോകാം. നമുക്ക് പള്ളിയിൽ പോകാം. നമുക്ക് പോകാമേ. ചട്ടയും കൊണ്ട് ഇടാനായിട്ട് എനിക്കറിയാമോ അതിന്? കാര്യത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരും കേട്ടോ. അച്ഛൻ ഇങ്ങനെ വന്നു കഴിയുമ്പോ അമ്മനെ കുമ്പസാരിപ്പിക്കും, കുർബാനയ്ക്ക് തരും. അപ്പൊ അമ്മ പള്ളിയിലോട്ട് പോകണ്ട കേട്ടോ. അങ്ങനെയാ. ഇച്ചിരി ഇങ്ങോട്ടൊന്ന് മാറി നിന്ന്. അതിനാ എനിക്ക് ചട്ടയും മുണ്ട് ഉടുപ്പിക്കാൻ അറിയത്തില്ല. പിന്നെ അമ്മ കാര്യം നടത്തണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ചട്ടയും മുണ്ട് ഉടുപ്പിക്കാൻ അറിയാൻ മേലാത്തവരൊന്നും ഇവിടെ വന്നിരുന്ന അമ്മ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത്. അല്ലേ അമ്മേ? നമ്മളിപ്പോ ഒരുങ്ങി നിന്നാ മതിയോ? നമ്മള് ശനിയാഴ്ച ഒരുങ്ങി നിന്നാ മതി. ശനിയാഴ്ച? ഇന്നിപ്പോ ബുധനാഴ്ചയല്ലേ ആയുള്ളൂ. വെക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. ഇതൊക്കെ മടക്കി വെച്ചേക്കാം നമുക്ക്. അമ്മ ചുമ്മാ ഇരുന്നോണ്ട് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വന്നേക്കോ രാവിലെ. ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് എടുത്തു വെക്കാം.
കണ്ടോ ഉപകാരം ഇല്ലാത്തൊക്കെ വന്നേക്കുവാ ചുമ്മാ ഇരുന്നോണ്ട് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ആ, മനസ്സിലായി. ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല അല്ലേ മേ മനുഷ്യനെ ബുദ്ധിമുട്ടി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പിച്ച് പിടിപ്പിക്കും. പിച്ച് പിടിപ്പിക്കാ ചുമ്മാ ഇരുന്നോണ്ട് ഓടിക്കണം ഇതിനൊക്കെ ഇവിടുന്ന് അല്ലേ ഇത് അറിയാവോ അതും അതും അറിയത്തില്ല ഞാൻ അതിനൊന്നും അമ്മയോട് ചോദിച്ചില്ല. അമ്മ മുണ്ടെടുക്കണ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ അതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കുടുംബത്ത് ഇതൊക്കെ ആ, അതൊക്കെ മടക്കി വെച്ചേക്കാം ഉം. ആ ഇനി മറ്റേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വഴക്കൊക്കെ പറയണം കേട്ടോ ആ വെള്ളം കൊണ്ട് മാറ്റി വെക്കണം ഇതൊക്കെ കേട്ടോ. മാറ്റി വെച്ചേക്കണം അതേണം അടിയാ ആവശ്യത്തിന് അടിയാ വെള്ളേ ആ വെള്ളം കൊണ്ട് വെള്ള അത് മാറ്റി വയ്ക്കുക. അത് നല്ലതാ. പോകാനുള്ള വീട്ടിലോട്ടോ അല്ല ഏ? പള്ളിയിലോട്ട്. ആ പള്ളിയിൽ പോകാന്നേ നമുക്ക് ധൃതി വെക്കണ്ട കേട്ടോ പള്ളിയിൽ ഇപ്പൊ പള്ളിയിൽ ഇന്ന് കുർബാനയൊന്നും ഇല്ല ഇന്ന് വൈകുന്നേരം കുർബാനയൊക്കെ ഇന്നോ ഇന്ന് ധ്യാനമാ ആണോ? ആ ഇന്ന് രാവിലെ പരിപാടിയൊന്നും ഇല്ല അങ്ങനെയാണോ? ആ ഉണ്ടാ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചതെല്ലാം അറിയത്തില്ല ഏതൊക്കെയാണ്. ഇതൊക്കെ കളയാറായി ഇങ്ങനെ കൊള്ളി അത് നല്ല കവണിയാന്ന് തോന്നുന്നു. ഉപയോഗിക്കാൻ കൊള്ളിയായിരുന്നു എല്ലാം ഇരുന്നിരുന്നിരുന്ന് വർഷം എത്രയായി പക്ഷെ ചട്ട ഉണ്ടെന്നാണ് നല്ലത്. അത് നല്ല ചട്ടയാ ആ ചട്ട. കവണി അത് മുഴുവൻ കറ വരിച്ചു. അതെല്ലാം പോയത് ഒരെണ്ണം എടുത്ത് ഞാൻ കളഞ്ഞ് ഞാനെന്നാ അലക്കി എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പം ഇതിന് അത് നല്ല കവണിയല്ലേ. ഇത് കുഴപ്പമില്ലാത്ത അല്ലേ അത് നല്ല കവണിയാ. അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു കീറിയ തട്ടം ഞാൻ കണ്ടായിരുന്ന അത് വേറെ അത് വേറെയാ. ഇത് വേറെ. നല്ലതാ ഇതൊന്ന് കഴുകി വെച്ചേക്കാം അല്ലേ ഇത് കുഴപ്പമില്ലാത്ത ഇതൊന്ന് കഴുകി വെക്കാം എന്തെങ്കിലും ആവശ്യം പള്ളി അച്ഛൻ വരുമ്പോഴൊക്കെ ഒന്ന് കഴുകിയേക്കാം അത് നല്ല ചട്ടയാ. പക്ഷെ ഭയങ്കര കട്ടിയാണേ ഇതൊക്കെ എങ്ങനെ ഇടാനാ ശരീരം ചൂടെടുത്തിട്ട് ചായയരുത് ഇത് തടിമാടണത് എന്നാ കുഴിയാണ് ഏത് സമയത്ത് ചെല്ലണം? അച്ഛൻ ഇങ്ങ് വന്നോളും ഇങ്ങോട്ട് വരുവാണ്. അച്ഛന്റെ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ അവൻ ആ പറഞ്ഞിട്ടുണ്ട് വരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ എല്ലാ വീട്ടിലും പോകും. ആ രോഗികളായിട്ടുള്ള എല്ലാവരുടെയും വീട് വഴി പോകും അവർക്ക് പള്ളിയിൽ ചെല്ലാൻ പറ്റിയല്ലാത്തവർക്കൊക്കെ വീട് അത് വഴി സെപ്പറേറ്റ് ആക്കിയാ വെള്ളം എടുത്ത് മാറ്റി ഇതിന്റെ കൂടെ വെച്ച്. അങ്ങനെയല്ലേ? വെള്ളമുള്ളത് വെള്ളമുണ്ടും നമ്മുടെ പള്ളി ഓരോരുത്തരുടെ ഉള്ളു. ഓർമ്മ. ഇതൊക്കെ ഉണ്ടോ ഇത് കണ്ടോ അത് കഴിയാൻ പോയി. കഴിയാനൊന്നും പോകത്തില്ല ഞാനൊരു കവണി എടുത്തോണ്ട് അങ്ങനെ കഴി നോക്കിട്ട് എന്ത് ചെയ്താ പോകത്തില്ല ഇരുന്നിരുന്നിരുന്ന് കറ പിടിക്കുന്നു കൂടിനകത്താക്കി വെച്ചു. അമ്മ ഇത്ര സുരക്ഷിതമായിട്ട് വെച്ച എന്നിട്ട് പോലും ഇങ്ങനെയായി ഇതേ ഒരു തോർത്ത് അവിടെ വെക്കണ്ട ഇതൊക്കെ ഏതാണ്ടൊക്കെ ബുക്ക് ദേ അതിനത് ചിക്കൻ കുനിയാണ് എത്ര വർഷമായതാ ആദ്യം എടുക്കുമല്ലോ രാവിലെ തല കറങ്ങണം ഇങ്ങനെ റേഷൻ കാർഡോ ഇത് വേണ്ടതാണോ അറിയാണ്ടല്ലേ? അതിനകത്തിൻ്റെ റേഷൻ കാർഡാന്ന് തോന്നുന്നു എല്ലാ പേരൊക്കെ ഉണ്ടല്ലോ കുടുംബാംഗങ്ങളുടെ പേര് വിവരം ആ അതാ പള്ളിയിലെ പഴയ ബുക്കായിരിക്കും അന്നേ പണ്ടത്തെ ഇവിടെ നമ്മൾ ഇടവ തിരിഞ്ഞപ്പോൾ ഉള്ള ബുക്കായിരിക്കും. കുര്യൻ ജോർജ് ഈ ബുക്ക് ഞാൻ തപ്പി നടന്നിട്ട് കിട്ടിയില്ലല്ലോ. അതെല്ലാത്തിനും അത് പണ്ട് ഇടവ തിരിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തന്നു വിട്ട ലിസ്റ്റാണ്. അതിനകത്ത് ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ഉണ്ട്. നോക്കട്ടെ എലിക്കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്തുണ്ടോ നോക്കട്ടെ. ആ എടി എലിക്കുട്ടിയുടെ ജനനത്തീയതി ഉണ്ടറി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം നോക്കി കിട്ടുന്നില്ലല്ലോ. ആ അതേ എലിക്കുട്ടിയുടെ ബർത്ത് ഏത് ജോസഫ് അത് ചാച്ചൻ്റെ ചുമ്മാ കൊതിപ്പിച്ച് വെറുതെ ചാച്ചൻ്റെ ഏലിന്ന് ചാച്ചൻ്റെ അമ്മയല്ലേ. അറിയത്ത് മുകളല്ലേ വിവാഹം നടന്ന തീയതി അതെന്താ 14/1/2007 തല തൊട്ടത് ഇത് ആര് ചെയ്തേക്കണേ? എന്റെ കണ്ണ് കാണത്തില്ല കുമാരൻ കുര്യനാ ആ കുര്യൻ ഞാറകുളത്തെ ഏലി തടത്തിൽ കരോട്ടോ എനിക്കത് എഴുതി വെച്ചിട്ട് കണ്ണാടി എടുത്തോണ്ട് വന്നാലേ നടക്കുള്ളൂ. കുര്യൻ ഞാറകുളത്തെ അല്ലല്ല കുഞ്ഞിച്ചാച്ചനാ ചാച്ചൻ്റെ വലിയച്ചാച്ചൻ്റെ അനിയൻ ഇരിട്ടിയിലുള്ള ഇവന ഇല്ലെന്ന് വരും ഇരിട്ടിയിലെ പരീക്ഷ അമ്മ പ്രാർത്ഥിച്ചോ രാവിലെ അരച്ചു കൂട്ടി കരച്ചിലായിരുന്നു പഠിച്ചതൊന്നും ഓർമ്മയെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു മറന്നു പോവാ. അപ്പുറത്തെ പേജ് നോക്കി ഇത് അമ്മയുടെ ആയിരിക്കും. അവിടെ ഇതിന്റെ ഈ സെമ്മിന്റെ പരീക്ഷയാ 6 മാസത്തെ പരീക്ഷ 6 മാസം പഠിച്ചതിന്റെ പരീക്ഷ ജനതീയതി 1/1/1940. ആ 1/1 കഴിഞ്ഞു പോയി ജനുവരിയിലായിരുന്നു. അത് ശരിയാണോ? 1940 പറയുമ്പോ കണക്ക് കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് മണ്ണാറപ്പാറ അരയത്ത് 40 അരയത്ത് ഉലഹന്നൻ അരയത്ത് അന്ന ആരാമേ 90 അരയത്തെ അന്ന ആരാ അരയത്തെ അന്ന 2010 ആ അരയത്തെ അന്ന 20 അമ്മേനെ തല തൊട്ടത് 20 അമ്മേനെ തല തൊട്ടതേ
അതിനെന്നാന്നേ മാമോദിസായ്ക്ക് തല തൊട്ടില്ലേ? തല തൊട്ടില്ലേ? 85 വയസ്സുള്ളൂ. അത്രയാണോ ഉള്ളൂ? മാമോദിസായ്ക്ക് തല തൊട്ടില്ലേ? അമ്മേൻ്റെ മാമോദിസ മുക്കിയപ്പോൾ തല തൊട്ടില്ലേ? തല തൊട്ടില്ലേ? ആ, തല തൊട്ടത് അന്ന എന്ന് പറഞ്ഞ ആൾ ആരെ തന്നെ, അത് ആരാന്നാ ചോദിച്ചത്. അത് എത്ര വർഷമായി? അത് 10-40 ഇപ്പോൾ വർഷം എത്രയായി? 85 വർഷത്തോളമായില്ലേ? അരയത്ത് ഉലകണ്ണനും അരയത്ത് തന്നെയാണ് അമ്മേനെ തല തൊട്ടതായിട്ട് ഈ ബുക്കെ കാണുന്നത്. അരയത്തേ ഉലഹന്നനും അരയത്ത് അന്നയുമാണ് അമ്മേനെ തല തൊട്ടതായിട്ട് കാണുന്നത്. പക്ഷെ ഇത് മാമോദിസ 9/1/1940. അന്ന അന്ന അതാരാ ചോദിച്ചു. അരയത്ത് ഉല്ലഹന്നനും അരയത്ത് അന്നയും കൂടെ നമ്മുടെ ചാച്ചൻ്റെ അനിയനെ വല്ലതും ആണോ? ചാച്ചൻ്റെ അനിയനും അനിയത്തിയും വല്ലതും ആണോ എന്നാ ചോദിച്ചേ. ഇല്ലേ? ആ, അതിപ്പോൾ ഇതിനകത്ത് കാണുന്നത് അങ്ങനെയാണ്. മക്കളോ അനിയത്തിമാരും ഒക്കെ ആയിരിക്കും അമ്മയുടെ. ആ, അതങ്ങനെ വല്ലതും ആയിരിക്കും. മക്കളായിരിക്കില്ല, അമ്മയുടെ അനിയത്തിമാരും വല്ലതും ആയിരിക്കും. അരയത്ത് ഉലകണ്ണനും അരയത്ത് അമ്മയുടെ ആയിരിക്കില്ല, ചാച്ചൻ്റെ ആയിരിക്കും. അരയത്ത് തന്നെ അരയത്ത് ഉലകണ്ണനും വരുമ്പം ചാച്ചനും അമ്മയായിരിക്കും, അമ്മയുടെ ഇതായിരിക്കും, ചാച്ചൻ്റെ അനിയനെ വല്ലതും ആയിരിക്കും. ആ, അപ്പം അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/1/1940 കേട്ടോ. അത് സംഭവം ഇത് പഴയ ഒരു ബുക്കാണിത്. ഇടവ തിരിഞ്ഞപ്പോഴത്തേനും കാഞ്ഞിരത്താനത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേനും ഇത് ഒരു ബുക്ക് ഇങ്ങനെ പൂരിപ്പിച്ച് തന്നായിരുന്നു. ആ ബുക്കാണ്. ഈ ബുക്ക് ഞാൻ ഈ അമ്മയുടെ പെട്ടിക്കകത്തായിരുന്നു. ഇത് ഞാൻ കുറേ തപ്പിയായിരുന്നു ഈ ബുക്ക്. പക്ഷേ അത് എവിടെയാണെന്ന് കണ്ടില്ല. ഇപ്പം യാദൃശ്യമായിട്ട് അമ്മയുടെ കൂടിനകത്തെടുത്ത് വെച്ചിരുന്നുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടി. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ലിസ്റ്റുകൾ ഇതിനകത്തുണ്ട് പഴയത്. പിന്നെ ഇത് കൂടുതലും നമ്മുടെ ഇവിടെ തന്നെ എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിനകത്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ബുക്കിനകത്തുണ്ട്. അത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഓരോരുത്തരുടെയും വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങളുടെ ലിസ്റ്റുകളാണിത്. ഇത് പറഞ്ഞിരുന്നത് കാഞ്ഞിരത്താന ഇടവക എന്ന് തന്ന അന്നത്തെ ഒരു ഇടവക രജിസ്റ്റർ, കുടുംബ രജിസ്റ്റർ എന്നും പറഞ്ഞാണ് തന്നിരുന്നതാണിത് ഈ സംഭവം. അപ്പോൾ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയായിരിക്കാമെന്ന് വിചാരിക്കാം. ഇത് പള്ളി നിരത്തെ രേഖയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ വിവാഹ തീയതി സംഭവമൊന്നും ഇവരെ ഇല്ല ഇതിൽ. ഇത് നമ്മൾ പണ്ട് പള്ളിയിൽ നിന്ന് കാഞ്ഞിരത്താനത്ത് നിന്ന് ഇടവ തിരിഞ്ഞില്ലേ? കാഞ്ഞിരത്താനത്ത് നിന്ന് ഇങ്ങോട്ട് ഇടവക തിരിഞ്ഞില്ലേ? ഇടവക കാഞ്ഞിരത്താനത്ത് നിന്ന് നമ്മൾ ശ്രീവാപുരത്തോട്ട് ഇടവക തിരിഞ്ഞില്ലേ? ആ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയില്ലേ? ഈ പള്ളിയിലോട്ട് ഇടവക മാറിയില്ലേ? നേരത്തേന് അവിടുന്ന് വന്നു വിട്ടൊരു അവിടുന്ന് എഴുതി തന്നൊരു നമ്മളിങ്ങോട്ട് മാറിയില്ലേ ശ്രീവാപുരത്തോട്ട്? അന്നേരത്തെ ബുക്കാണിത്. ഇടവക തിരിഞ്ഞപ്പോഴത്തെ തന്ന ബുക്കാണ്. അതൊക്കെ അറിയത്തില്ലല്ലോ. ഇതിപ്പോൾ ഇത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവർ വിവാഹ തീയതി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വർഷം മനസ്സിലാക്കാൻ പറ്റത്തില്ല. പ്രായത്തിനനുസരിച്ച് ഇടവകയൊക്കെ തിരിയണം. അടുത്തടുത്തടുത്ത് തന്നെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സമയത്ത് പോകാനോ കൊണ്ടുപോകാനോ ഒന്നും പറ്റിയേ. അതിനല്ലേ നമുക്ക് എളുപ്പമുള്ള ഇടവ അടുത്തായത്. 1/2 കിലോമീറ്റർ പോയാൽ പോരെ? ഇപ്പം ചാച്ചനെ മുക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ചിറ്റപ്പനും ചാച്ചൻ്റെ വലിപ്പൻ്റെ പെങ്ങളും കൂടെ കൂടിയാന്ന്. അല്ല, കുഞ്ഞിച്ചാച്ചൻ, അതായത് എൻ്റെ ചാച്ചൻ്റെ ചിറ്റപ്പനും അമ്മായിയും കൂടെ കൂടിയാന്ന് തോന്നുന്നു. ഏലി തടത്തിൽ കരോട്ട് കല്യാണം കഴിച്ചു വിട്ടായിരിക്കണം. രത്തുമൂളാൽ ഏലിക്കുട്ടി കല്യാണം കഴിച്ചത് അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവരെ ഈ ഡേറ്റ് ജനന വിവാഹ തീയതിയൊക്കെ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നില്ല ഏതാണെന്നുള്ളത്. കൃത്യമായ രേഖയാണോ ഇല്ലയോന്ന് ഉറപ്പില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കണക്ക് കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പം വന്ന മുറിയിലോട്ട് പോക്കോ, അവിടെ പോയി അവിടുത്തെ ജനലിലോട്ട് നോക്കും. ആരാന്നേ? ഞാൻ പറഞ്ഞ പശുവിന്റെ കാര്യമാണ് പറഞ്ഞത്. പശുവിനെ പോയി ഒന്ന് നോക്കാനാ പറഞ്ഞത് ജോമോനോട്. അതിന് വെള്ളം കൊടുക്കാനുണ്ട്.
ഈ കൊന്ത എവിടെ നിന്ന് കിട്ടി? ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചതാണെന്നല്ലോ. അതൊക്കെ എടുത്ത് കഴുത്തേലിട്ടല്ലോ. എല്ലാ കൊന്തയും കൂടെ എന്തിനാ ഇടുന്നത്? ഒരു കൊന്ത ഇട്ടാ പോരെ? കൊന്തേ എന്നാ അങ്ങ് പൊക്കോ. കഞ്ഞി കുടിക്കാം. പല്ല് തേച്ചില്ലല്ലോ. വാ, ഇന്ന് കഞ്ഞിയാട്ടോ. കഞ്ഞിയൊന്നും വേണമെന്നില്ല. ആ, വേണമെന്നില്ലെന്നൊക്കെ എനിക്കറിയാം. വേണമെന്നും എനിക്കറിയാം. വായിക്കാൻ ഒരു രൂപ. എനിക്കും വായിക്കും ഒരു ചൊവയില്ല. എനിക്കും ബാക്കി ചോയില്ല. ചൊവയില്ലാത്തതാ. വായിക്കും ആർക്കും ചൊവയില്ലാതായി പോയി. അതന്നെ അമ്മ. അമ്മയ്ക്ക് വായിക്ക് ചൊവയില്ലാത്തോണ്ടാണോ മറ്റുള്ളവർക്കും ചൊവയില്ലാതായി പോയത്? ആണോ എലിക്കുട്ടി? ആയിരിക്കും. എന്നാ വേഗം പല്ല് വെച്ചിട്ട് കഞ്ഞി കുടിക്കാം. ഇങ്ങോട്ടാണോ വന്നെ? ആ, അച്ഛൻ ഇങ്ങോട്ട് വരും. അച്ഛൻ പ്രായമായാലും മേലായിരിക്കുന്നവരൊക്കെ. അമ്മ അറിഞ്ഞല്ലോ മോനെ ഈ കാര്യം. ഏത്? ഇതെന്താ ഇങ്ങനെ? ഇത് വെള്ളിയാഴ്ചയാണെന്നോ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. പെസഹായുടെ ആ ആഴ്ചയാണെന്നോ. പക്ഷെ അമ്മ എന്നെ അത് കൃത്യസമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇപ്പം ഇങ്ങനെ പറഞ്ഞ കേട്ടല്ലോ, ചെറിയ മെൻറ്റാലിറ്റി വന്ന് കാണും. പള്ളിയിൽ പോയിരിക്കുക ധ്യാനാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അതിലെ പോയപ്പോഴൊക്കെ ധ്യാനാന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൽ ചാച്ചൻ്റെ ബർത്ത്ഡേ കൊടുത്തിരിക്കുന്ന ഡേറ്റ് വ്യത്യാസമുണ്ട്. 3 ദിവസം. ഇതൊക്കെ തെറ്റാന്ന്. ഒരു ഡേറ്റ് അങ്ങ് ഇട്ട് വെച്ചിരിക്കണേ. എന്റെ മാമദീസ അവിടെ കിടക്കണൊക്കെ തെറ്റാ. ഇത് 28/3. പക്ഷെ 23/3 ചാച്ചൻ്റെ ഒറിജിനൽ ബർത്ത്ഡേ കാണിക്കുന്നത്. ചുമ്മാ ഒരു കണക്ക് ഏകദേശം ഇട്ട് അങ്ങോട്ട് എടുത്തിരിക്കുന്നേ. ആയിരിക്കും ചിലപ്പോൾ. എല്ലാം പറ്റിയൊന്നും കറക്റ്റ് അല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള പുതിയ തലമുറയുടെ ഒക്കെ അറിയും കറക്റ്റ് ആയിട്ടുള്ള. പഴയ മനുഷ്യർക്ക് ഈ പണിയും കാര്യങ്ങളും പ്രാരാബ്ദ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അവർ ഓർത്തിരിക്കുവാണ്. എനിക്കറിയത്തില്ല. അവർ പണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുവായിരുന്നു. അന്ന് ഈ ഇംഗ്ലീഷ് മാസം ഇല്ലല്ലോ. മകരം, കുംഭം, മേനമാസം, അങ്ങനെയുള്ള മാസങ്ങളാണ് പറയുന്നത്. മേടപ്പത്തിന് ജീവിക്കാൻ പാടുപെടുമ്പോ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. അതെ. അതുകൊണ്ട് അന്നൊന്നും കണക്കൊന്നുമില്ല. പക്ഷെ ഇത് എഴുതി വെച്ചിട്ട് നോക്കുന്നവരുണ്ട്. ഇപ്പൊ ചരിത്രത്തിൽ കുഞ്ഞമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കിയാൽ മതി ഏകദേശം. പക്ഷെ പിന്നെ റേച്ചേച്ചി എന്ന് പറഞ്ഞ 86 വയസ്സുണ്ടെന്നാ പറഞ്ഞു എന്നോട് പറഞ്ഞു. കുഞ്ഞമ്മ ആ കാർഡ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് നോക്കി അറിയാതെ. ഓട്ടർഷ വഴിയാ വേണം. അമ്മ വലുതേക്ക് എന്നിട്ട് കഞ്ഞി കുടിക്കണ്ടേ, എല്ലാം കഴിക്കണ്ടേ? ആ, അതിൽ ഇപ്പം ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഓടിപ്പാഞ്ഞ് നടക്കണ. ആ ഉറുമ്പ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെയും കുത്തി ഇടുന്നുണ്ട്. ഉറുമ്പിനെ കൊണ്ട് ശല്യമാണ്. ഈർക്കലിയോ? ഓ, ഇനി നാക്കൊന്നും പഠിക്കണ്ടേ. നാക്കൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. പല്ല് തേച്ചാ മതി. അമ്മയ്ക്ക് അത് ശീലമാണ്. ഈർക്കലി ആ ചൂട്ട ഉണ്ടായിരുന്നല്ലോ. ആ പച്ചച്ചൂട്ട അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ പുറകിലല്ലേ. പല്ല് തേച്ചിട്ട് ചെല്ലാൻ കഴിക്കാൻ. പല്ല് തേച്ചിട്ട് കഴിക്കാൻ നാക്ക് പഠിക്കാൻ ഈർക്കലി എടുക്കാൻ പോയിട്ടുണ്ട്. ആ, ഈർക്കലുണ്ട് എടുത്തു തരാം. ഈർക്കലി ഒരു പച്ചച്ചൂട്ട് വീണിട്ടുണ്ടായിരുന്നു. ഒരു പച്ചച്ചൂട്ടേ. ആ, അത് ശനിയാഴ്ചയല്ലേ. അവിടെ ഈർക്കലി കൊണ്ടുവരുന്നുണ്ട്. ഈർക്കലി കീറണ്ടേ? വാടിപ്പോയി കാണും. വാടിപ്പോയില്ലേ ഈർക്കലി? വാടിപ്പോയി. ഈർക്കലി വാടിപ്പോയില്ലേ എന്ന്? കീറിയ കിട്ടുന്നുണ്ടോ? കീറിയോ? ഇവിടെ വന്ന് കഴിക്കും. ഇവിടെ വന്ന് കഴുകും. ഇവിടെ ഈർക്കലി കീറി കിട്ടിയാ? ഈർക്കലി കീറി കിട്ടിയാ? ആ, മതി. ഇനി നാക്ക് മുറിയും. ഇതിന് ദിവസം നാക്ക് മുറിയും. ഈർക്കലി പുറത്ത് കളഞ്ഞാൽ മതി. അത് അന്നല്ലേ, അന്നേരം തന്നെയല്ലേ, ഇപ്പോഴല്ലോ. അത് ഇപ്പോഴല്ലല്ലോ, അടുത്ത ദിവസമല്ലേ. ഇന്നല്ല അച്ഛൻ വരുന്നത്, അടുത്ത ദിവസം അച്ഛൻ വരുള്ളൂ. അടുത്ത ദിവസം അച്ഛൻ വരുള്ളൂ, ഇന്നല്ല. അച്ഛൻ വരുന്ന ദിവസമല്ല. ഈസ്റ്ററിന് വരും. ഉണ്ടെന്നേ. ആ, അടുത്ത ദിവസം. ഇന്നല്ലെന്നാ പറഞ്ഞ വരുന്നത്. മതി തൂത്തത്. നാക്ക് പഠിച്ചത് മതി. നാക്കല്ല ചോരയെല്ലാം വരും. പച്ചക്കറിക്ക് വഴക്കുണ്ടാക്കുമായിരിക്കും. ആ, നാക്കിലൊന്നും ഇല്ലെന്നേ. അതിലേ പറഞ്ഞ നാക്ക് പഠിക്കണ്ടെന്ന് പറഞ്ഞ ഒത്തിരി. മാത്രമൊന്നും കഴിക്കുന്നില്ലല്ലോ. ഒന്നുമില്ല.
കഴിക്കാനേ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മതി. കഴിക്കാൻ നിൽക്കും കഴിക്കട്ടെ. ഏ അച്ഛൻ വന്നിട്ടുള്ളൂ. അച്ഛൻ ഇന്ന് വരികയല്ലേ? അച്ഛൻ ഇന്നല്ല വരുന്നത്. അച്ഛൻ ഇന്നല്ല വരുന്നത്, അടുത്ത ദിവസമേ വരുള്ളൂ. ഈസ്റ്ററിനെ പറ്റേ തലേ ദിവസമേ വരുള്ളൂ. അന്നേരം കഴിച്ചാൽ മതിയോ? അത്ര ദിവസം പട്ടിണി ഇരിക്കാൻ പറ്റുമോ? അയ്യോ അയ്യോ, അത്ര ദിവസം പട്ടിണി ഇരിക്കാൻ പറ്റിയില്ല. ആ ഈർക്കിലി അവിടെ മറ്റേ കളഞ്ഞേരും, എന്നിട്ട് അത് കഴിക്കേ. ഈർക്കിലി കളഞ്ഞിട്ട് വന്ന് കഴിക്കാൻ. ഞാൻ വരുവാന്ന് കഴിക്കാൻ തുടങ്ങിക്കോളാം. എനിക്ക് വിശക്കണം. ഇവർക്കൊന്നും വിശപ്പില്ലാത്തവരാ. എനിക്കാണ് രാവിലെ എന്തെങ്കിലും കഴിച്ചത് തകരാ. ഞാൻ വരുവാ. പിന്നെ എല്ലാത്തിനും നോക്കിയിരിക്കണം. 9:30 സമയം. വേറെ നോക്കിയിരിക്കുന്ന ഇവരാരും ഒന്ന് കഴിക്കാൻ. അപ്പനും മകനും ഒക്കെ ഭക്ഷണം ഒന്നും വേണ്ട. ആരാന്നേ? അച്ഛൻ ഇന്നല്ല വരുന്നത്, ശനിയാഴ്ചയാ വരുന്നത്. വരുവോളോ? ആ അടുത്ത ശനിയാഴ്ചയോ? ആ ഈ ശനിയാഴ്ച. ആ എന്നാ പൊക്കോ. അവിടെ പോയിരുന്നോ? ഞാൻ വരുവാ. ഇവിടെ അവിടെ പോയിരിക്കേ. ആ ഈർക്കിലിയൊക്കെ മാറ്റിക്കോ. ഈർക്കിലി എന്തിനാ ചേട്ടാ? ഈർക്കിലിയായിട്ട് നടക്കണേ. മോൻ തുടച്ചായിരുന്നോ? മുഖം തുടച്ചോ? ആ തുടച്ചായിരുന്നോ? ആ തുടച്ചോന്ന് മോൻ കഴുകിയിട്ട്. വേണ്ട, ഇവിടെയല്ല കിടക്കണം. ഇത് തുടക്കേ. ഇനി വന്നിരുന്നോ? പശുവിനെ ഇറക്കണം. ചൂടുള്ളത് കൊണ്ടാ ഞാൻ സ്പൂൺ ഇട്ടതേ. കഴിച്ചോ? ഊണോണ്ട് കുടിക്കോ? കുറച്ചൊക്കെ ചൊവ്വയാ? എന്നാ ചൊവ്വ? നല്ലതല്ലേ? ചക്കക്കുരു മാങ്ങായ? ആ ചക്കക്കുരു ഒന്നുമില്ല. ചക്കക്കുരു ഒക്കെ ഉടഞ്ഞു ചേർന്നു. ശനി 2 ദിവസം കൂടെ ഉണ്ട്. നമ്മൾ ഒരുങ്ങി ഇരുന്നാ മതിയോ? ആ നമ്മൾ ഒരുങ്ങിയിരുന്നാ മതി. നമ്മ കഞ്ഞി കുടിക്കും. പള്ളിയിലോട്ട് പോകാൻ വേണ്ടന്നേ. നമ്മ കഞ്ഞി കുടിച്ചോ? ഇപ്പം ആരും വരികയില്ല. അല്ല അന്നത്തെ അന്ന് നമ്മൾ ഒരുങ്ങിയിരുന്നാ മതി. 9 ആകുമ്പം വരും. ഒരാൾ ക്രിക്കറ്റ് നോക്കിയോണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അല്ലേ അമ്മേ? ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നേ? ആ പ്രത്യേകിച്ച് അമ്മയ്ക്ക് അത് കൂടുതലുള്ള ആള്. ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ അമ്മ ഭക്ഷണം കഴിക്കുക. പിന്നെ ക്രിക്കറ്റ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പിന്നെ അങ്ങനെ നോക്കി ആരെ നോക്കി നിക്കരുത്. അടെ പറഞ്ഞു കൊടുക്കും ആരോട്. ആരായാലും അപ്പൊ അവർക്ക് തന്നെ അല്ലാത്ത പ്രയാസം. കേട്ടോ കേട്ടോ കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഇത്രയും വർഷമായില്ലേ, എനിക്കറിയാൻ മേലെ ഇവിടെ ഉള്ളവരുടെയൊക്കെ എല്ലാവരുടെയൊക്കെ ആരാ എന്താന്നൊക്കെ. നമ്മുടെ അടുക്കളായാലും അങ്ങനെയാ. ഒരു കൊച്ചുങ്ങളായാലും കുറച്ചേരം നോക്കി നിൽക്കുക. എന്തെങ്കിലും ഒരു കത്ത് കാണിച്ചാൽ നമ്മളോട്ടോ വഴക്കുണ്ടാക്കിയ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പപ്പടോ വയറ് തോരനോ? ഓട്സ് അല്ല, ഓട്സാന്ന് ഓർത്താ അമ്മ വാരി കുടിക്കുക. സ്പൂണിന് ഊരി കുടിച്ചതിന്റെ സംഭവം. ഞാൻ ചൂടാണല്ലോ എന്ന് ഓർത്തിട്ടാണ് സ്പൂണ് കൊണ്ടേ കൊടുത്തത്. ഇപ്പൊ കുടിക്കുമ്പോ വിനയായി. അതിന് രുചിയില്ല. സ്പൂണായിരുന്നു അമ്മ വിചാരിച്ച ഓട്സാണ്. അതാണ് അതിന് പുളിയേ ഉള്ളത്. അതാ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ? അതമ്മ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ? ഉണ്ടോ? ഇപ്പൊ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? ഒരു ഭക്ഷണം പോലും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയായോ? അത് സ്പൂൺ ഇട്ട് കൊടുത്തപ്പോ സാറിന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അതല്ലേ, കഞ്ഞിക്കല്ലല്ലോ. ആ അതുകൊണ്ട് കാര്യമില്ല. അതിനും ചൂടല്ലേ? ഓട്സും ചൂടോടല്ലേ കൊടുക്കുന്നത്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഓട്സ് തന്നെ നമ്മുടെ സെൻസിൽ കിടക്കുന്നത് സ്പൂൺ കൊണ്ട് കോരുന്ന മധുരമുള്ള സാധനമാണ്. ഇത് അതുപോലെ ആണെങ്കിലും പുളിയാണ്. കടുകൊന്നും പിറക്കണ്ട. അമ്മ കടുക് വരെ പിറക്കും. അമ്മയുടെ സ്വഭാവം അങ്ങനെയാ. കടുക് പിറക്കും. അതിനകത്ത് എന്തെങ്കിലും കരിയാപ്പല അത് നമ്മളെല്ലാവരും എടുത്ത് കളയുന്നതാ. അങ്ങനെയുള്ള ചീരത്തോരനാണെങ്കിലും മുഴുവൻ ഇരുന്ന് പറക്കും. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.